ഞാൻ ഡോക്ടർ കെ.ആർ. മനോജ്, ചീഫ് ഇ.എൻ.ടി സർജനാണ് ആത്രയ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ. ജനങ്ങളിൽ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം അഥവാ കൂർക്കം വലി എന്ന് പറയുന്നത്. ഈ ഒരു കൂർക്കം വലി എന്ന് പറയുമ്പോൾ ആൾക്കാർ അതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത്. അതായത് ഒരാണായാലും പെണ്ണായാലും കൂർക്കം വലിക്കുമ്പോൾ മറ്റുള്ളവർ ചിരിക്കും, എന്നിട്ട് പറയും ഇയാള് ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും. അതൊരു സോഷ്യൽ ഫാക്ടറായിട്ടാണ് ആൾക്കാർ കരുതുന്നത്. ശരിക്കും അതല്ല അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യം. കാരണം നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഓക്സിജന്റെ അളവ് എടുക്കുന്ന ലെവൽ വളരെ കുറവാണ്. അത് എടുക്കുന്നത് മുഴുവൻ വായക്കൂടെ ആയതുകൊണ്ട് വായിലുള്ള മാംസം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഈ കൂർക്കം വലി ഉണ്ടാവുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത് എന്നനുസരിച്ച് ആ ബ്ലോക്കിനെ എടുത്തു മാറ്റിയാൽ മാത്രം തന്നെയാണ് ഈ കൂർക്കം വലിയെയും ഈ സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനെയും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം സ്ലീപ്പ് അപ്നിയ എന്ന വാക്ക് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ശ്വാസം നിർത്തുകയാണെങ്കിൽ അതിനെ ഒരു എപ്പിസോഡായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ എത്ര എപ്പിസോഡ് ഒരു രാത്രിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് പേഷ്യന്റിന് സർജറി വേണോ അതോ മെഷീൻ വെക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. മിക്കവാറും ആൾക്കാരും, ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ 300 തൊട്ട് 400 അല്ലെങ്കിൽ 500 തവണ ശ്വാസം നിർത്തുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓട്ടോമാറ്റിക്കലി എന്താണ് ഉണ്ടാവുക, 5 ലിറ്റർ ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മൾ വലിക്കുന്നത് 3 ലിറ്ററോ 2 ലിറ്ററോ ആയിരിക്കും. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ഓരോ അവയവങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ഞങ്ങളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഫലം ഞാനിപ്പോൾ പറയാം. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് അവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. അതിൽ 60 തൊട്ട് 70% ആൾക്കാർക്കും ചെറുപ്പക്കാരായ പേഷ്യൻസിന് വരുന്ന ഹാർട്ട് അറ്റാക്കിന്റെ കാരണം അന്വേഷിച്ചു പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ ഒരുപാട് നേരം കൂർക്കം വലിക്കുന്നു, ഒരുപാട് സ്ലീപ്പ് അപ്നിയ അറ്റംപ്റ്റ്സ് വരുന്നു. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് ഹാർട്ടിന്റെ മസിൽ വീക്ക്നെസ് ഉണ്ടായിട്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ആസ് എ ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഒരു ശരീരത്തിലേക്ക് ഒരു അസുഖത്തിനെ വലിച്ചു കയറ്റുന്ന മുമ്പ് അത് പ്രിവെന്റ് ചെയ്യാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിനുള്ള മാർഗം എന്താണെന്ന് ആദ്യം അന്വേഷിക്കുക. അല്ലാതെ നമ്മൾ ഒരു സൊസൈറ്റിയിൽ പോയി കൂർക്കം വലിക്കുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ ലാഘവത്തോടു കൂടി എടുത്ത് അത് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെല്ലരുത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂർക്കം വലിയുടെ സർജറിയുടെ നമ്പർ വളരെയധികം കൂടിയിരിക്കുകയാണ്. കാരണം പല പേഷ്യൻസിനും രാത്രി ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ ഉണ്ടാകുന്ന തലവേദന, ഉറക്കക്ഷീണം, അതായത് ഒരു പൂർണ്ണമായ സ്ലീപ്പ് അവർക്ക് രാത്രി കിട്ടുന്നില്ല. അതുകൂടാതെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങുക, TV കാണുമ്പോൾ ഉറങ്ങുക, ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ചെല്ലാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. അത് പിന്നെ ഈ ഓരോ കിഡ്നി പോലും എഫക്റ്റഡ് ആവാം ഈ അവസ്ഥ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കം വലിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്ലീപ്പ് സ്റ്റഡിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സ്റ്റഡിയോ ചെയ്ത് അതിന്റെ കറക്റ്റ് സൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്.